ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു അടിപൊളി ചാപ്റ്റർ ആണ്. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ തോന്നുന്ന കുറെ സംശയങ്ങളുണ്ട് അല്ലെ. ഈ ചാപ്റ്ററിലെ പല ചോദ്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ നിങ്ങൾ സ്റ്റക്കായി പോകുന്ന 2 ക്വസ്റ്റ്യൻസ് എങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എ ലേണിംഗ് പ്ലാറ്റ്ഫോം ചാർജസ് എ ഫിക്സ്ഡ് മന്ത്ലി ഫീ ആൻഡ് അഡീഷണൽ കോസ്റ്റ് പെർ ഡിജിറ്റൽ ലേണിംഗ് മൊഡ്യൂൾ ആക്സസ്ഡ്. ഒന്നുമില്ല, നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തു, ഒരു പെയ്ഡ് ആപ്പാണ്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ മാസവും ആ ആപ്പ് യൂസ് ചെയ്യാനായിട്ട് നമ്മളൊരു ചാർജ് കൊടുത്തുകൊണ്ടിരിക്കണം. പ്ലസ് അതിൽ കുറെ പെയ്ഡ് ആയിട്ടുള്ള കുറെ മൊഡ്യൂൾസ് ഉണ്ട്, കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ആയിട്ട് പേയ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് 100 rupees ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 100 rupees മന്ത്ലി നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ ഒരു മൊഡ്യൂളും ആക്സസ് ചെയ്തില്ലെങ്കിൽ 100 rupees മാത്രം കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും എക്സ്ട്രാ ആയിട്ട് ഒരു ചാപ്റ്റർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണ്, ഒരു മൊഡ്യൂൾ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ മൊഡ്യൂളിന്റെ പൈസ നിങ്ങൾ കൊടുക്കണം. ഓക്കെ. അപ്പൊ ഒരു കുട്ടി ഇതേപോലുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തപ്പോൾ ഫോർ 10 മൊഡ്യൂൾസിന് അവൾക്ക് എത്ര രൂപയായി? 400 rupees ആയി ബില്ല്. ഫോർ 10 മൊഡ്യൂൾസ് അവൾ പർച്ചേസ് ചെയ്തു. ഫോർ 10 മൊഡ്യൂൾ അവൾ എത്ര കൊടുത്തു, അവളോ അവനോ? ഓക്കെ, ഫോർ 10 മൊഡ്യൂൾസ് അവളുടെ ബില്ല് വന്നത് 400 rupees ആണ്. ആൻഡ് 10 മൊഡ്യൂൾസ് ആക്സസ് ചെയ്തു, 400 rupees. ഷീ ആക്സസ് 14 മൊഡ്യൂൾസ്. ഫോർ 14 മൊഡ്യൂൾസ് ആക്സസ് ചെയ്തു. 14 മൊഡ്യൂൾസ് ആക്സസ് ചെയ്തപ്പോൾ ബില്ല് വന്നത് 500 rupees ആണ്. ഓക്കെ അല്ലേ? ബില്ല് 500 rupees ആണ്. ഫൈൻ. ഇഫ് ദ മന്ത്ലി ബിൽ വൈ, മന്ത്ലി ബില്ലാണ് വൈ എന്ന് പറയുന്നത്, മന്ത്ലി ബിൽ എന്ന് പറയുന്നത് വൈ ആണ്. ആൻഡ് ദ നമ്പർ ഓഫ് മൊഡ്യൂൾസ് ആക്സസ്, നമ്പർ ഓഫ് മൊഡ്യൂൾസ് ആക്സസ്ഡ്, നമ്പർ ഓഫ് മൊഡ്യൂൾസ് ആക്സസ്ഡ് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിക്കുക. Then find the relation y equal to x plus b. Find the values of a and b. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ മന്ത്ലി ബിൽ എന്ന് പറയുന്നത് y ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതും y ആണ്, ഇതും y ആണ്. നമ്പർ ഓഫ് മൊഡ്യൂൾസ് ആക്സസ്ഡ് എക്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് മാറ്റി എഴുതാം. മാറ്റി എഴുതുന്ന സമയത്ത് y ഈക്വൽ ടു, ഫസ്റ്റ് കേസിൽ y എന്ന് പറയുന്നത് 400 ആണ്. എക്സ് ഈക്വൽ ടു എന്ത് വന്നു? 10 എന്ന് വന്നു. ഓക്കെ, അപ്പൊ വൈയും കിട്ടി, എക്സും കിട്ടി. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന റിലേഷനിൽ എക്സും വൈയും കൊടുക്കാം. അതായത് 400 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 10, എക്സിന് പകരം 10 പ്ലസ് ബി. അതായത് 400 ഇസ് ഈക്വൽ ടു 10a പ്ലസ് ബി എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക. രണ്ടാമത്തെ കേസിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? രണ്ടാമത്തെ കേസിൽ y എന്ന് പറഞ്ഞാൽ 500 ആണ്, x എന്ന് പറഞ്ഞാൽ 14 ആണ്. ശരിയല്ലേ? y എന്ന് പറഞ്ഞാൽ ബിൽ എമൗണ്ട് 400 ആണ്, മൊഡ്യൂൾസ് ആക്സസ് ചെയ്തിട്ടുള്ളത് 14 ആണ്. ഓക്കെ, അപ്പൊ ഇതും നമുക്ക് എന്ത് ചെയ്യാം, y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന റിലേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? y 500 ആണ്, 500 is equal to 14a plus b എന്ന് വരും. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ൽ നിന്നും 1 മൈനസ് ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ, 14a plus b. ഇങ്ങനെ തന്നെ എഴുതാം. 500 is equal to 14a plus b മൈനസ് ഒന്നാമത്തെ ഇക്വേഷൻ ആരാ? 400 അല്ലെ. 400 ഈക്വൽ ടു 10a പ്ലസ് ബി. മൈനസ് ചെയ്യുന്നത് എങ്ങനെയാ നോക്കുക. 500 മൈനസ് 400 എത്രയാണ്? 100 ഇസ് ഈക്വൽ ടു 14a മൈനസ് 10a എത്രയാണ്? 4a. b മൈനസ് b 0. അപ്പൊ 100 ഇസ് ഈക്വൽ ടു 4a. ഇവിടെ നിന്ന് 100 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു a എന്ന് വരും. അതായത് a ഈക്വൽ ടു 25 എന്ന് വരും. എയുടെ വാല്യൂ നമുക്ക് 25 കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? സോ ബിയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്താൽ മതി ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ. 500 ഇസ് ഈക്വൽ ടു 14, അതല്ല ഇതെടുക്കാം, 400 എടുക്കാം, എളുപ്പപ്പണിയല്ലേ നല്ലത്. 400 ഇസ് ഈക്വൽ ടു 10a പ്ലസ് ബി ആണ്. അപ്പോൾ 400
ഈക്വൽ ടു എക്ക് പകരം 25 കൊടുക്കുമ്പോൾ 10 into 25 plus b എന്ന് വരും. സോ 400 minus 250 is equal to b എന്ന് വരും. ഇയാൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ എത്ര വരും? 0 വരും, 5 വരും, 150 equal to b. b equal to 150 എന്ന് വന്നു. ഇത്രയേ ഉള്ളൂ. അപ്പൊ എയുടെ വാല്യൂയും കിട്ടി, ബിയുടെ വാല്യൂയും കിട്ടി. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. എല്ലാം ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതി നോക്കുക. ഇതുപോലെ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. ഇനി ഇതിലെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ലാസ്റ്റിലേക്ക് വരുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിനെ ബേസ് ചെയ്ത് 2-3 ചോദ്യങ്ങൾ ഇതേപോലെയുള്ളതുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ചോദ്യം അതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. The graph of a linear polynomial p of x passes through the point 1,5 and 3,11. First one, find the polynomial. നമുക്ക് പോയിന്റുകൾ അറിയാം. ഏതൊക്കെയാണ് പോയിന്റ്? 1,5 ആണ് ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് 3,11 ആണ്. മകളെ, നിങ്ങൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിൽ 1 എന്ന് പറയുന്നത് എക്സ് ആണ്, അല്ലെ? y is equal to 5 ആണ്, ശരിയല്ലേ? ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്, y എന്ന് പറഞ്ഞാൽ 11 ആണ്. എക്സ് കോമ വൈ ഡാ, എക്സ് കോമ വൈ. നമ്മൾ 2 പോയിന്റ് എഴുതുക എന്ന് പറഞ്ഞാൽ എക്സ് കോമ വൈ അല്ലേ? ഇതും എക്സ് കോമ വൈ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് കിട്ടി, ഇവിടെ വൈ കിട്ടി, ഇവിടെയും എക്സ് കിട്ടി, വൈ കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? നമ്മുടെ റിലേഷനിലേക്ക് പോവാണ്. റിലേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന റിലേഷനില് നമ്മൾ എന്ത് ചെയ്യണം? വൈക്ക് പകരം 5 കൊടുക്കണം. 5 is equal to എക്ക് എ തന്നെ ഇൻറ്റു എക്സിന് പകരം 1 പ്ലസ് ബി. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? 5 is equal to എ പ്ലസ് ബി. ഇതെന്റെ ഒന്നാമത്തെ ഇക്വേഷൻ. ഈ രണ്ടാമത്തേൽ എക്സിന് ഞാൻ 3 കൊടുക്കുന്നു, വൈക്ക് ഞാൻ 11 കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 11 is equal to a into 3 plus b എന്ന് എഴുതാം. അതായത് 11 is equal to 3a plus b. ഇതെന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കാം. നമുക്ക് ഇവിടെ 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. എക്സും വൈയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എഴുതാം. ഇവിടെ വൈയുടെ വാല്യൂ 5 ആണ്, ഇസ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ 1 ആണ്. സോ ഇവിടെ എക്സിന് പകരം 1 കൊടുത്തു, വൈക്ക് പകരം 5 കൊടുത്തു. ആ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇക്വേഷൻ കിട്ടി 5 is equal to a plus b. ഇവിടെ 1 ആട്ടാ. അടുത്തത് എക്സിന്റെ വാല്യൂ 3 ആണ്, വൈയുടെ വാല്യൂ 11 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ വൈക്ക് പകരം 11 കൊടുത്തു, എക്സിന് പകരം 3 കൊടുത്തു. അപ്പൊ 11 is equal to a into 3 plus b. അതായത് 11 is equal to 3a plus b. ഇനി നമ്മൾ നമ്മളുടെ ഐഡിയ പുറത്തെടുക്കുന്നു, അല്ലെ? 2 minus 1. ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 2 minus 1 ചെയ്യുവാണ്. 2 എന്ന് പറയുന്നത് 11 is equal to 3a plus b minus 5 equal to a plus b. 5 equal to a plus b. ഇത് ചെയ്യണം. അപ്പൊ 11 minus 5 എന്താണ്? 11 minus 5 എന്ന് പറഞ്ഞാൽ 6 വരും. 3a minus a ചെയ്താൽ എന്ത് വരും? 3a minus a എന്ന് പറഞ്ഞാൽ 2a എന്ന് വരും. പ്ലസ് b minus b എന്ന് വന്നു? 0 എന്ന് വന്നു. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 6 divided by 2 ചെയ്യുമ്പോൾ a എന്ന് കിട്ടും. അഥവാ 6 divided by 2 എന്ന് പറഞ്ഞാൽ 3. എയുടെ വാല്യൂ 3 കിട്ടി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ബിയുടെ വാല്യൂ കിട്ടും. b ഈക്വൽ ടു 5 മൈനസ് എ ആണ്. അതായത് 5 മൈനസ് 3 ആണ്. b ഈക്വൽ ടു 2 ആണ്. അപ്പൊ എയുടെ വാല്യൂം കിട്ടി, ബിയുടെ വാല്യൂം കിട്ടി. ഈ എയുടെ വാല്യൂം ബിയുടെ വാല്യൂം കണ്ടുപിടിക്കലല്ല ചോദ്യം. ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് പി ഓഫ് എക്സിന്റെ വാല്യൂ എഴുതാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു, അല്ലെ? y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ഇതാണ് നമ്മളുടെ ജനറൽ ഫോം. ഇതില് എക്ക് പകരം നമ്മൾ 3 കൊടുക്കണം, ബിക്ക് പകരം നമ്മൾ 2 കൊടുക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? y ഈക്വൽ ടു എക്ക് പകരം 3, അല്ലെ? അപ്പൊ 3x പ്ലസ് ബിക്ക് പകരം 2. y ഈക്വൽ ടു 3x പ്ലസ് 2. ഇതാണ് നമ്മളുടെ പി ഓഫ് എക്സ്. ഇതാണ് നമ്മളുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നതാണ്. പി ഓഫ് എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും ഒക്കെ സെയിം ആണ് കേട്ടോ. പി ഓഫ് എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും ഒക്കെ സെയിം ആണ്. സോ പി ഓഫ് എക്സ് ഈക്വൽ ടു 3x പ്ലസ് 2 എന്ന് എഴുതിയാലും വൈ ഈക്വൽ ടു 3x പ്ലസ് 2 എന്ന് എഴുതിയാലും എല്ലാം മീനിങ് സെയിം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ പി ഓഫ് എക്സ് നമ്മുടെ പോളിനോമിയൽ കിട്ടി. വൈ ഈക്വൽ ടു 3x പ്ലസ് 2 എന്ന് പറയുന്നതാണ്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 3x പ്ലസ് 2. ഇതാണ് നമ്മളുടെ പോളിനോമിയൽ എന്ന് പറയുന്നത്.
ഇനി അടുത്തത് ഫൈൻഡ് ദ കോർഡിനേറ്റ് വേർ ദ ഗ്രാഫ് പി ഓഫ് എക്സ് കട്ട് ദ ആക്സിസ്. അപ്പോൾ ഈ പി ഓഫ് എക്സ് ആക്സിസുകളെ കട്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പൊ നമുക്കിപ്പോ ഇവിടെ നമ്മളുടെ പി ഓഫ് എക്സ് അറിയാം. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈക്വൽ ടു 3x + 2. ഇതാണ് നമ്മളുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണ് അല്ലേ. അപ്പൊ നമ്മൾ എടുക്കുന്ന ലൈന് ഇപ്പൊ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണെന്ന് വിചാരിക്കുമ്പോൾ ഈ ഒരു പോയിന്റിൽ വൈ ആക്സിനെ കട്ട് ചെയ്തു, ഈ ഒരു പോയിന്റിൽ എക്സ് ആക്സിനെ കട്ട് ചെയ്തു. അപ്പൊ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വൈയുടെ വാല്യൂ 0 ആയിരിക്കും. ഈ വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ആരുടെ വാല്യൂ 0 ആയിരിക്കും? എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ ഇതിൽ ഞാൻ എക്സിന്റെ വാല്യൂ 0 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. വെൻ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0, അതായത് ഈ വൈ ആക്സിനെ എവിടെ കട്ട് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ മതി. അപ്പൊ എക്സ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? y ഈക്വൽ ടു 3 × 0 + 2 എന്ന് വരും. അതായത് y ഈക്വൽ ടു 2 എന്ന് വരും. y ഇന്റർസെപ്റ്റ് y ഈക്വൽ ടു 2. ഇനി എക്സിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? y ഈക്വൽ ടു 0 കൊടുക്കുന്നു. y ഈക്വൽ ടു 0 കൊടുക്കുന്നു. എന്തിനാ? എക്സ് ആക്സിനെ എവിടെ കട്ട് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ. y ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 0 ഈക്വൽ ടു 3x + 2 എന്ന് വരും. അപ്പൊ എന്ത് വരും? ഈ 2 ഇപ്പുറത്തേ വരുമ്പോൾ -2 ആവും. സോ -2 ഈക്വൽ ടു 3x എന്ന് വരും. സോ x ഈക്വൽ ടു -2/3 എന്ന് വരും. -2/3. അപ്പൊ ഈ ഗ്രാഫ് ഞാൻ റഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചതാണ്. നമ്മുടെ ഈ പറയുന്ന ഗ്രാഫ് ഇങ്ങനെയാ വരിക കേട്ടോ. ഇങ്ങോട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആണെങ്കിൽ ഇവിടെ y വാല്യൂ 0 ആയിരിക്കും, ഇവിടെ x വാല്യൂ 0 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റും കിട്ടി, വൈനെ കട്ട് ചെയ്യുന്ന പോയിന്റും കിട്ടി. ഇനി ഇതിലെ മൂന്നാമത്തെ ചോദ്യം ഉണ്ട്. എന്താണ്? ഡ്രോ ദ ഗ്രാഫ് പി ഓഫ് എക്സ് ആൻഡ് വെരിഫൈ യുവർ ആൻസർ. ഈ ഒരു ഗ്രാഫ് വരച്ചിട്ട് അത് ശരിയാണോ എന്ന് നോക്കണം. അതുകൂടെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ y ഈക്വൽ ടു 3x + 2 ആണ്. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? എക്സിന് വാല്യൂസ് കൊടുക്കണം. എക്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാനിവിടെ 0 കൊടുക്കുന്നു, 1 കൊടുക്കുന്നു, 2 കൊടുക്കുന്നു, -1 കൊടുക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂ, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരും? 2 എന്ന് വരും. എക്സിന് 1 കൊടുക്കുമ്പോൾ 3 + 2 5 എന്ന് വരും അല്ലേ. ഇവിടെ 1 കൊടുക്കുമ്പോൾ 1 × 3 3 + 2 5 എന്ന് വരും. എക്സിന് ഞാൻ എന്ത് ചെയ്യുന്നു? 2 കൊടുക്കുന്നില്ല. 2 കൊടുത്താൽ കുറച്ചുകൂടെ വലുതാവും. -1 കൊടുക്കുന്നു. ഇവിടെ -1 കൊടുക്കുമ്പോൾ 3 × -1 -3 + 2 എന്ന് വരും. അഥവാ -1 തന്നെ വരും. അപ്പം എക്സിന് നമ്മൾ -1 കൊടുക്കുമ്പോൾ ആൻസർ വരുന്നത് y വാല്യൂ -1 തന്നെയാണ്. ഇനി ഇത്രയൊക്കെ മതി. 3 പോയിന്റ്സ് കിട്ടിയാൽ തന്നെ ധാരാളമാണ്. നമുക്കൊന്ന് വരച്ചു നോക്കാം. y ആക്സിസ് വരച്ചു, x ആക്സിസ് വരച്ചു. ഇത് 0 ആണ്, ഇത് 1 ആണ്, ഇത് 2 ആണ്. ഇവിടെ -1 ഉണ്ട്, -2 ഉണ്ട്. ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്. ഇവിടെ -1 ഉണ്ട്, -2 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം x ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 2 ആണ്, ഇവിടെ വരും. ഇനി എക്സിന് 1 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 5 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മുകളിലേക്ക് കുറച്ചാൾ ഇവിടെ എഴുതണം അല്ലേ. 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, അപ്പോ എക്സിന് 1 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 5 ആണ്. ഓൾമോസ്റ്റ് ഇതാ ഇവിടെ ആയിട്ട് വരും. ഇനിയോ -1, എക്സിന് -1 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ -1 ആണ്. ഇതാ ഇവിടെ ആയിട്ട് വരും. ഏകദേശമാണ് കേട്ടോ, ഏകദേശം അവിടെ ആയിട്ട് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവരെല്ലാരെയും ഒന്ന് ചേർത്ത് വരച്ചു നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതിങ്ങനെയല്ലേ കടന്നു പോകുന്നതാ, ഇതേപോലെ കടന്നു പോകുന്നേ. അപ്പൊ ഇത് y ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് 2 ആണ്. y ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് 2 ആണ്. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നത് മൈനസ് ഈ ഒരു ഭാഗത്ത് എവിടെയോ ആയിട്ട് വരും അല്ലെ. -2/3 കണ്ടോ, -2/3 എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിനെ കട്ട് ചെയ്യും.
റെഡി? നമ്മൾ കണ്ടുപിടിച്ച ആൻസർ ശരിയാണ്. അപ്പൊ ഇതേപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ഒരു സപ്പോർട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് നമ്മളുടെ നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇനി നമ്മളുടെ എക്സാംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. യൂണിറ്റ് ടെസ്റ്റുകൾ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, റിവിഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ആപ്പിൽ ഓൾറെഡി സെറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചു തുടങ്ങി ക്ലാസ് അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോയിൽ ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരാം. അപ്പൊ ഈ പറഞ്ഞ 2 ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒറ്റയ്ക്ക് ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്ക് ആവും. ആ ഒരു സമയത്ത് നിങ്ങൾ ഒന്നുകൂടെ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെയും ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.